ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഈ മാസം കർക്കിടക മാസമാണല്ലോ, രാമായണ മാസം. വളരെ വിശേഷങ്ങളേറിയ മാസവും ആണ് രാമായണ മാസം. അപ്പോൾ ഈ മാസം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു 10 ഇലകൾ അടങ്ങിയ ഒരു തോരനാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ പരിസരത്ത് കാണുന്ന ഇഷ്ടംപോലെ ഇലകൾ, അതിനകത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഇലകൾ, അല്ലെങ്കിൽ തോരൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കറി വെച്ച് കഴിക്കാൻ പറ്റിയ ഇലകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് ഞാനിന്ന് തോരനാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പം ആദ്യമേ നമുക്ക് ആ ഇലകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ആദ്യം തന്നെ ഞാൻ ഞെട്ടിപ്പോയൊരു ഇലയാണ് അമ്മ പറിച്ചുകൊണ്ട് വന്നത്. കണ്ടാൽ മനസ്സിലാകും, ചൊറിയണമാണിത്. ചൊറിയണം ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് നമ്മൾ 10 ഇലകളുടെ കൂടെ ഇട്ട് തോരൻ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് അഗസ്ത്യ ചീര. ഇത് ഇവിടെ തന്നെ ഉള്ളതാണ്, വീട്ടിൽ തന്നെ ഉള്ളതാണ് അഗസ്ത്യ ചീര. മൂന്നാമത്തത് വേലിച്ചീര. നാലാമത്തത് കോവയില. അഞ്ചാമത്തത് ചേമ്പിൻ്റെ ഇല. ഇത് ചേമ്പാണോ ചേനയാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ അമ്മയിട്ട് വെച്ച് വെച്ചിട്ട് വന്ന് ചേമ്പിൻ്റെ ഇല. അടുത്തത് ചേനയുടെ ഇല. അപ്പോൾ ഈ ഇലകളെല്ലാം നമുക്ക് മൊത്തം കിട്ടിയില്ല, കംപ്ലീറ്റ് കിട്ടിയില്ല. അമ്മ ഇനിയും നിലവിൽ പറിക്കാൻ പോയേക്കാണ് അപ്പുറത്തെല്ലാം. ഇവിടെ വയലേരിയ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ഇതേപോലത്തെ ഉള്ള ഇലകളൊക്കെ നമുക്ക് കിട്ടും, സുലഭമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അമ്മ പറിക്കാൻ പോയേക്കാണ് ഇലയെല്ലാം. അപ്പം ആ സമയം കൊണ്ട് ഞാൻ ഇലയെല്ലാം കൊച്ചതായിട്ട്, ഇപ്പോൾ ചേമ്പിൻ്റെ ഇലയാണ് അരിയുന്നത്, കുഞ്ഞതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇലയെല്ലാം. ഈ അരിയുന്നത് അഗസ്ത്യ ചീരയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇല ഞങ്ങളങ്ങനെ തോരൻ വെച്ചിട്ടില്ല. ഇതിൻ്റെ പൂവുണ്ട്, നല്ല വെളുത്ത പൂവുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ പൂ ഈ മരത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ മിക്കപ്പോഴും തോരൻ വെക്കും, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട്. നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ് തോരനാക്കി അഗസ്ത്യ ചീരയുടെ പൂ കഴിക്കാം. പക്ഷേ അഗസ്ത്യ ചീരയുടെ ഇല ഞാൻ ആദ്യമായിട്ടാണ്. ഇത് അരിയാനും ഭയങ്കര മറ്റേ ഇലകളൊക്കെ നല്ല സോഫ്റ്റായിട്ട് അരിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര പാടായിരുന്നു. കുഞ്ഞിലയല്ലേ, അപ്പം ആ മേളിലത്തെ തണ്ടിൽ നിന്ന് താഴോട്ട് ഇറുത്ത് ഒരുമിച്ച് വെച്ചിട്ട് അരിഞ്ഞു. ഇത് നെയ്ക്കുരുണി. അടുത്ത അമ്മ ഇപ്പം പറിച്ചുകൊണ്ടാണ് നെയ്ക്കുരുണി. ഇതിന്റെ തണ്ടും എല്ലാം എടുക്കണോ? എല്ലാം മാത്രം എടുത്താൽ മതിയോ? നെയ്ക്കുരുത്ത്. ഏതാ ഏതാ ഇത് ചീനിയല്ല. ചീനിയിലേക്ക് പണ്ട് ഓണത്തിന് അത്തപ്പ് വിടാൻ എന്തോരായിരുന്നു. ഇനിയാണ് മെയിൻ സാധനം, നമ്മുടെ ചെറിയാണ്. ഇടണം, ചെറിയല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കറി ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഈ ചൊറിയണമൊക്കെ പിച്ചിക്കൊണ്ട് വരുന്ന കണ്ടപ്പോൾ ഞാൻ ആദ്യമേ അമ്മയടുത്ത് മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടായിരുന്നു, ഞാനത് കഴിക്കത്തില്ല. പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ തന്നെ ഇഷ്ടംപോലെ പേര് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചൊറിയണമൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സങ്ങ് മടുത്ത്, കഴിക്കത്തില്ലെന്നും പറഞ്ഞായിരുന്നു ഉണ്ടാക്കിയത്. പക്ഷേ ഫൈനലി ഞാൻ ആ തോരൻ കഴിച്ചിരിക്കുന്നു ഗൈസ്. വേലിച്ചീര. ഇത് വേലിച്ചീര. ഇത് തണ്ട് വേണ്ട. അതോ വേലിച്ചീര ഇടാനായിട്ട് ഇപ്പൊ കൊണ്ടുവന്നേ. അതിൻ്റെ എത്ര ഇതാ ഇപ്പൊ കൊണ്ടുവന്നേ, അതാ നോക്കിയേ. എന്ത്? സാമ്പാർ ചീര. ഇതാണ് സാമ്പാർ ചീര. കോവയ്ക്കയുടെ ഇല, കോവയില.
ഫൈനലി നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ആദ്യമേ കുറച്ച് തേങ്ങ ചിരങ്ങിയിട്ട് അതിനകത്തോട്ട് ജീരകവും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഇട്ട് നല്ലതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട, ഒരു തോരൻ എങ്ങനെയാണോ വേണ്ടത് അതുപോലെ അരച്ചെടുക്കുക. പിന്നെ ഒരു ചീനച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് കടുക് വറുക്കുക. കടുകിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉഴുന്നും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ തോരൻ കഴിക്കുന്ന സമയത്ത് നമുക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടും. പിന്നെ ആ തേങ്ങയും കൂടെ അതിനകത്തോട്ട് തട്ടിയിട്ടിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 10 ഇല ഇടക്കൂട്ട് അതിനകത്തോട്ടിട്ട് എല്ലാം കൂടെ മിക്സായിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് കുക്ക് ചെയ്യുക. ഫൈനലി നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്.